ഫയലിലേക്ക് സ്വാഗതം. ഇത് നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 1ന്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/25. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? മത്സ്യ ഇനത്തിൽ പെടാത്തവ ചെമ്മീൻ. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് വിസരണം. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി അനർട്ട്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക. തന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം 1942, ചമ്പാരൻ സത്യാഗ്രഹം 1917, ചൗരി ചൗര സമരം 1922, നിസ്സഹരണ സമരം 1920. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം വരേണ്ടത് ശരിക്കും 2, 4, 3, 1 എന്നാണ്. ഇതിൽ ഓപ്ഷൻസിൽ ആൻസർ ഇല്ല. ഇത് മിക്കവാറും ക്യാൻസൽ ആയിപ്പോകും. അടുത്ത ചോദ്യം, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. ഭാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ, മേഘാലയ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? യങ് ഇന്ത്യ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ ആണ് പറയുന്നത്? ആർട്ടിക്കിൾ 14. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? 1804. കാർഡമോം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയ്ബുൾ ലാംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാത്രം. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ പീഠഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി? ധാതുക്കളുടെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി.
ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ബൃഹദീശ്വര ക്ഷേത്രം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1988 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? കുടുംബശ്രീ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആര്? സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമ്മതം നൽകുന്നത്? അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? 37ാമത്തെ ചോദ്യം. നിലവിലെ ചെയർപേഴ്സൺ വരുന്നത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകാനാണ് ചാൻസ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നത്, ശ്രീമതി വിജയ ഭാരതി സയാനി. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? വിശ്വഭാരതി. 1988 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത PT ഉഷ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ക്ഷേത്ര പ്രവേശന വിളംബരം. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര്? ചട്ടമ്പി സ്വാമികൾ. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 2, 4. കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി INS അരിഘാത് ആണ്. INS അരിഘാത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? തന്നിരിക്കുന്ന മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാര ഗുരുദേവൻ ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ശരിയായ ജോഡികൾ ഓപ്ഷൻ ബി ആണ് 2, 4. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്.
ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അരുവിപ്പുറമാണ്. അരുവിപ്പുറം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഉപ്പുകുറുക്കൽ പയ്യന്നൂരാണ്. പയ്യന്നൂർ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽപ്പെടുന്നതാണ് റിക്സിയ? ബ്രയോഫൈറ്റ. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? അനുയാത്ര. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനമേത്? ഭീമ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ് കോർക്ക് +2/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 ഇലക്ട്രോൺ ചാർജ് ഉള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കോർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രോട്ടോൺ 2 അപ് കോർക്ക് 1 ഡൗൺ കോർക്ക്. ന്യൂട്രോൺ 1 അപ് കോർക്ക് 2 ഡൗൺ കോർക്ക്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ജലം. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്ന വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? എല്ലായിടത്തും 6 കിലോഗ്രാം. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ജൂൾ പെർ സെക്കൻഡ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലിലും ഏതാണ്? ഓപ്ഷൻ എ ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹൈറ്റ്, 0 കെൽവിൻ. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 2, 3. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 ആണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ്. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ
പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ്? ഓപ്ഷൻ എ ആണ്. മെൻഡലിയേഫ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ്. മോസ്ലി ആവർത്തന പട്ടിക അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? സിന്നഭരണം. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 82ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 85ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 91 ഓപ്ഷൻ ഡി. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ എ. 94ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 95ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 96 ഓപ്ഷൻ ഡി. 97ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 98 ഓപ്ഷൻ സി. 99 ഓപ്ഷൻ സി. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞുപോയ ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.